പ്രതിഭ എം.എൽ.എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഡ് 13-ലെ 14-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി പ്രതിഭ എം.എൽ.എ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് പ്രതിഭ എം.എൽ.എയുടെ മണ്ഡലാസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഡ് 13-ലെ 14-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രതിഭ എം.എൽ.എ നിർവഹിച്ചു. ഇവിടെ ഇന്ന് 2 അംഗനവാടി കെട്ടിടങ്ങളാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു അംഗനവാടി കെട്ടിടം കൂടി പഞ്ചായത്തിന്റെ പൂർത്തിയാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൃഷ്ണപുരം പഞ്ചായത്തിൽ എം.എൽ.എ ഫണ്ട് ഉപയോഗിച്ചൊരു അംഗനവാടി കെട്ടിടം പൂർത്തീകരിച്ചത്. ഇപ്പം പത്തിയൂര് മനോഹരമായിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എല്ലായിടങ്ങളും എല്ലാ 6 പഞ്ചായത്തിലും നഗരസഭയിലും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനപ്രതിനിധികളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ മണ്ഡലം, പ്രത്യേകിച്ച് ഈ കായംകുളം അസംബ്ലി മണ്ഡലം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ദേവികുളങ്ങരയിൽ ഇരിക്കുകയാണ്. പക്ഷേ എന്നെ ഇപ്പോൾ അപ്പുറത്തിരിക്കുന്നവരും പ്രതീക്ഷിക്കും ചെട്ടികുളങ്ങര അല്ലേ, തൊട്ടപ്പുറത്ത് ഭരണിക്കാവ്, അതിൻ്റെ തൊട്ടടുത്ത് പത്തിയൂര്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷ്ണപുരം, ഇതിനോട് ചേർന്ന് കണ്ടല്ലൂര്, അതുപോലെ ഇപ്പം 44 വാർഡുള്ള നഗരസഭ, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ കായംകുളം മണ്ഡലം. അവിടെ എല്ലാം അംഗൻവാടികളുണ്ട്, അവിടെ എല്ലാം കെട്ടിടങ്ങൾ ചെയ്യണം, അവിടെയെല്ലാം റോഡുണ്ട്, അവിടേക്ക് സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, അവിടെ എല്ലാം വികസനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്ന വികസനം മാത്രമല്ല എം.എൽ.എമാരെ സംബന്ധിച്ച് തൊട്ട് അപ്പുറത്ത് ചെയ്യുന്ന വികസനങ്ങൾക്കും ഇതേ തന്നെ പ്രതീക്ഷയാണ് അവിടെയുള്ളവർ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് ധാരാളം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകൾ നമ്മുടെ ഈ പ്രദേശത്തൂടെ വരാൻ പോവുകയാണ്. ഉച്ചിറ കൊച്ചുമുറിയുടെ കുറേ ഭാഗം വരുന്നുണ്ട്. അതുപോലെ കുന്നത്താലുമൂട് കൂട്ടുമാതുക്കൽ റോഡ് നവകേരളത്തിൽ മുഖ്യമന്ത്രി വന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ 3 കോടിയുടെ റോഡാണ്. നേരത്തെ തന്നെ നമ്മുടെ പ്രയാറാലും പീടി ഏറ്റവും വലിയ റോഡ്, പക്ഷേ കായംകുളം ഞാൻ അസംബ്ലി മണ്ഡലത്തിൽ വന്നതിൽ ആദ്യത്തെ ഏറ്റവും വലിയ റോഡ് 11 കോടി രൂപയുടെ അത് നമ്മുടെ ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തൂടാണ് പോകുന്നത്. സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ വന്നു. രജനി പറഞ്ഞു അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചു. എനിക്കൊരു അംഗനവാടിയായിരുന്നു, പക്ഷേ കഴിഞ്ഞ പഞ്ചായത്തുകാരുടെ വസ്തു വന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ചെന്നപ്പോൾ വസ്തുവില്ല. ഇപ്പോൾ അത് പഞ്ചായത്തിൽ എടുത്തിരിക്കുകയാണ്, കല്ലിടാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പം ഈ കെട്ടിടം നമുക്ക് വേണ്ടി തന്നത് ബഹുമാന്യായിട്ടുള്ള എം.എൽ.എ ആണ്. ഈ കെട്ടിടത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് കണ്ടപ്പോൾ ഇത്രയും വലിയ കെട്ടിടമൊക്കെ വേണം, കാലം മാറുകയാണ്, കേരളം ഇങ്ങനെ ഒന്നാമതാകുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ കേരളം വലിയ ഐശ്വര്യത്തോടെയാണ് നിൽക്കുന്നത്. ആ ഐശ്വര്യത്തോടെ ലോകത്തെ ജനങ്ങൾ കാണാൻ വരുമ്പം ഇവിടുത്തെ അംഗനവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് 10ഉം 60ഉം 1 കോടി രൂപ വിലപിടിപ്പുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബിജു, രേഖ ആനന്ദൻ, ICDS സൂപ്പർവൈസർ ധന്യ, പഞ്ചായത്ത് സെക്രട്ടറി അമൃത ടി മോഹൻ, R ശശിധരൻ, ശ്രീലത S തമ്പി, തോമസ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ദേവികുളങ്ങര.